ഇന്ന് നമ്മുടെ വോട്ട് രേഖപ്പെടുത്തൽ ദിവസമാണ്. ചേച്ചിമാർക്കൊക്കെ അവധി വേണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവധി എടുത്താൽ നമ്മൾ തന്നെ എണ്ണയൊക്കെ വരയ്ക്കേണ്ടി വരും. അതുകൊണ്ട് വേണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശരി ഞങ്ങൾ വന്നോളാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. ഞങ്ങൾ അതിനിടയ്ക്ക് വോട്ടിടാൻ പോവുകയാണ്. അമ്മയും കൂടി ഉള്ളതുകൊണ്ട് സ്കൂട്ടറിൽ 2 ട്രിപ്പ് അടിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. 2 പെണ്ണുങ്ങളും കൂടി എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാറെടുക്കുന്ന പറഞ്ഞു. ഇവർക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. എൻ്റെ വിഷമം എനിക്കെല്ലാം അറിയത്തുള്ളൂ. ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഈ വീട്ടിൽ നിന്ന് എനിക്ക് പുറത്തിറക്കാൻ പറ്റുമെന്ന്. കാരണം ഒത്തിരി ഇടുങ്ങിയ വഴിയാണ്. പക്ഷെ ഞാൻ എങ്ങനെയോ ഇറക്കി കേട്ടോ. അങ്ങനെ വോട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. ധനിച്ചേച്ചി സിബിൽ കയറിയിട്ടുണ്ട്. ഇതൊരു കനത്ത മെറ്റീരിയലായിട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തൊക്കെ സിബൊക്കെ ഫിനിഷിങ്ങിൽ പിടിപ്പിച്ചെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പാടാണ്. അതിനൊക്കെ നമുക്കൊരു ബെഡ്ഷീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തേക്കണ ബെഡ്ഷീറ്റാണ്. എന്ത് രസമായിട്ടാണ് നോക്കിയേ ബെഡ്ഷീറ്റിൽ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയായിരുന്നു എന്തോ ബെഡ്ഷീറ്റിന് എന്തൊരു അലങ്കാരമായി കൊടുത്തേക്കുന്നതെന്ന്. ഇപ്പോൾ ഇതാ ലേസും കൂടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതും കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാകും കേട്ടോ. ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടി അവിടെ കുറേ നേരം നിന്നെങ്കിലും സമയം എടുക്കുന്ന പരിപാടിയായതുകൊണ്ട് ഞാൻ പിന്നെ താഴത്തോട്ട് പോകുന്നു. കുറച്ച് പരിപാടി ചെയ്യാനുണ്ടായിരുന്നു. യെല്ലോ ഒക്കെ നമുക്ക് വേർതിരിച്ചെടുക്കണം. എല്ലാം അല്ലല്ലോ, മാംസം വേർതിരിച്ചെടുക്കണം. ഇല്ല ഇത് കുറച്ച് പിസ്സ ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അതിനിടയ്ക്ക് ഞാനിച്ചൊക്കെ വന്ന് ചോറൊക്കെ കഴിച്ചും പോയി. പിസ്സ റെഡിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പുറത്തൊക്കെ പോയി കഴിച്ച് എങ്ങനെയായാലും ഏറ്റവും ഇഷ്ടപ്പെട്ട പിസ്സ ഞാൻ ഉണ്ടാക്കുന്ന ഈ പിസ്സ കേട്ടോ. നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ നേരെ വാഴ സിനിമ കാണാൻ വേണ്ടി പോയി. ഇപ്പോഴും ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി പടമായിരുന്നു കേട്ടോ. ഒത്തിരി എയർ പിടിച്ച് കാണാൻ പറ്റുന്ന ഒരു പടമല്ല. ഒരു നിർമ്മല ഹൃദയമുള്ളവർക്ക് കുറച്ച് നേരം ഇരുന്നിട്ട് വിഷമിച്ച് കരയാൻ പറ്റുന്നൊരു പടമാണ്.